ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ. ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾ കടിമപ്പെടുമ്പോൾ അങ്ങു ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു. കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാലങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവന്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാനങ്ങ് ഇടയാക്കുന്നു. ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ചു അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ബലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ചതിനെ നനയ്ക്കുന്നു. അങ്ങതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്കു ധാന്യം നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ
ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ടു മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ടവ ആർത്തുപാടുന്നു. ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇങ്ങനെ സങ്കീർത്തനങ്ങൾ പാടി പാടി പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥനാ ലഹരി ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ഈശോയേ, അങ്ങേ സ്നേഹത്തിലും അങ്ങേ ചൈതന്യത്തിലും വളർന്നു വരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ആത്മീയ ദാനങ്ങളോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ ശക്തി നൽകി ഞങ്ങളെ നയിക്കുന്ന നല്ല ഈശോയേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടിരിക്കും കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. വരദാനങ്ങൾ നൽകി ആത്മീയ നിറവിനാ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിനെ സ്വീകരിച്ച് ആത്മീയ ആനന്ദത്തിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളോടുകൂടിയായിരുന്നു ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുണ്ടുമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ വരദാനങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ഇനി അത് അഭിഷേക പ്രാർത്ഥനയിലൂടെ അതിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും റെഡിയായിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ചിലരുടെയൊക്കെ മനസ്സിൽ ഒരു ചെറിയ ആശങ്കയുണ്ടാകും, ഇതെല്ലാം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണെന്നല്ലേ, ഈ വരദാനങ്ങളെല്ലാം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്. ഞാൻ ഇപ്രാവശ്യത്തെ ജീവജ്വാല ഇത് വളരെ ചൂടോടെ ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അതിൽ നമ്മുടെ തിരുവനന്തപുരത്തെ അഭിവന്ദ്യ ഐറേനിയസ് പിതാവുമായിട്ട് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ വന്ന 2 നല്ല ഫലങ്ങൾ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മധ്യസ്ഥ പ്രാർത്ഥന എന്ന ഒരു നന്മയെ മനുഷ്യരിൽ വളർത്തിയതും, പിന്നെ ദശാംശം കൊടുക്കുക എന്നത് സാധാരണ മനുഷ്യരിൽ പോലും
സ്വാഭാവികമായതും ഇതിലൂടെയാണ്. അപ്പം അതിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന നന്മ, അത് കഴിഞ്ഞ നിമിഷങ്ങളിൽ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുക. അപ്പം അതിൻ്റെ ആ നന്മ മനുഷ്യരിൽ എത്തിച്ചത് കരിസ്മാറ്റിക് നവീകരണമാണ്. അത് തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ആഴപ്പെട്ട് വളരണം എന്ന് പിതാവ് പറഞ്ഞു. അപ്പം ഈ ആഴപ്പെട്ട് വളരണമെന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ ഉത്തരമാണ്, കരിസ്മാറ്റിക് നവീകരണം അതൊരു സംഘടനയല്ല, ഇത് അരൂപിയുടെ പ്രവർത്തനമാണ്. പരിശുദ്ധാരൂപി നയിക്കുന്നിടത്തേക്ക് ഇത് നയിക്കപ്പെടണം. നവീകരണത്തിലുള്ളവർ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെയാണ് വളരേണ്ടത്. അവർക്ക് നല്ല ഗൈഡൻസ്, അതായത് പാസ്റ്ററിങ് കിട്ടി വളരണം. ഏത് ശുശ്രൂഷകരായാലും അവർക്ക് പാസ്റ്ററിങ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. കൂടാതെ അവ ഇടവകയുമായുള്ള ബന്ധം ഉറപ്പാക്കണം. ഇപ്പം നമുക്ക് ലഭിക്കുന്ന ഈ ആത്മീയ വരദാനങ്ങൾ അത് ഒന്നാമതായിട്ട് ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല വേദി നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തന്നെയാണ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അത് ഇടവകയോട് ബന്ധപ്പെട്ട് വളരേണ്ടതാണ്. അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പാസ്റ്ററിങ് അല്ലെങ്കിൽ ഗൈഡൻസ് ആവശ്യമാണെന്നുള്ളതാണ്. അതായത് ഓരോരുത്തർക്കും തോന്നുന്ന വിധത്തിൽ മാത്രം ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പാടില്ല. അതിന് അത്യാവശ്യം ഗൈഡൻസ് ആവശ്യമുണ്ട്. അതില്ലെങ്കിലുള്ള അപകടവും പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. നവീകരണത്തിൽ ദിശ മാറി സഞ്ചരിക്കുന്നവരെ പരിശോധിച്ചാൽ അവർ ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ വളരുന്നവരായിരുന്നു. പിന്നെ കഴിവുകളായപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. കൊച്ചുപിള്ളേരുടെ കൂട്ട അവരാദ്യം എന്ത് ചെയ്യും? പപ്പായുടെ മമ്മിയുടെയും കൈക്ക് പിടിച്ച് നടക്കാൻ തുടങ്ങും. അത്യാവശ്യം ഒന്ന് പിച്ച വെക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ തന്നെ നടന്നോളാം, ഞാൻ തന്നെ, എന്നെ പിടിക്കണ്ട, വീഴുന്നിടം വരെ, വീണ് കഴിയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പം പിന്നെ അമ്മ എടുത്ത് പതുക്കെ തൂത്ത് മോനോട് പറഞ്ഞതല്ലേ പപ്പ പിടിക്കും അല്ലെ മമ്മി പിടിക്കുമെന്ന് പറഞ്ഞതല്ലേ, അതുവരെ ഇങ്ങനെ അങ്ങോട്ട് നടക്കും. അതെവിടെ സംഭവിച്ച്. അപ്പം ഇങ്ങനെ അത്യാവശ്യം ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുകളായെന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ എന്നാൽ ഇനി ഒറ്റയ്ക്ക് പോയേക്കാം, ആരുടെ സഹായം വേണ്ട. പിതാവ് സൂചിപ്പിക്കുന്നു, അങ്ങനെയാണ് ഇന്ന് കാണുന്ന സെക്റ്റുകൾ ഉണ്ടായത്. നമുക്കറിയാം കേരള സഭയിൽ അടുത്ത കാലത്ത് നമ്മുടെ 3 റീത്തുകളുടെയും അധിപന്മാരും എല്ലാ മെത്രാന്മാരും ഒപ്പിട്ട് ഒരു ഇടയലേഖനം ഇറക്കാൻ വരെ സാഹചര്യമൊരുക്കിയത് കേരള സഭയിൽ വളർന്നു വന്ന സെക്റ്റുകളാണ്. ഈ സെക്റ്റുകൾ വളരാനായിട്ടുള്ള കാരണം വേണ്ടത്ര ഗൈഡൻസ് ഇല്ലാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ ഉപയോഗിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് തൻ്റെ വരദാനങ്ങളെ നമ്മെ നിറച്ച് കഴിയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ഈ നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വരദാനങ്ങളെന്ന് പറഞ്ഞാൽ അത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ അന്തസത്തയാണ്. വരദാനങ്ങൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ വരദാനങ്ങളില്ല എങ്കിൽ കരിസ്മാറ്റിക് നവീകരണം കരിസ്മാറ്റിക് അല്ലാതായിട്ട് മാറും. എന്നാൽ NSTയുടെ മീറ്റിംഗ് നടന്ന അവസരത്തിൽ അവിടെ സൂചിപ്പിച്ച ഒരു പരാമർശം ചിക്കൻ കറി വിത്തൗട്ട് ചിക്കൻ എന്നാണ്. ചിക്കൻ കറി വിത്തൗട്ട് ചിക്കൻ. അപ്പോൾ വരങ്ങളില്ലാത്ത കരിസ്മാറ്റിക് എന്ന് പറയുന്നത് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി പോലെ ഇരിക്കും. കരിസ്മാറ്റിക് ആണെന്ന് പറയും, പക്ഷേ വരദാനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ സ്വീകരണവും ഉപയോഗവുമാണ്. ഇത് രണ്ടും സംഭവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സ്വീകരിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവ് വേണം. അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുവാനുള്ള ആ ഒരു സന്നദ്ധതയും അത് നമുക്ക് ആവശ്യമാണ്. ഉദാഹരണമായിട്ട് പ്രാർത്ഥനാവരം. നമുക്ക് പ്രാർത്ഥനാവരം ലഭിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കുന്നില്ല എങ്കിൽ
നമുക്ക് ലഭിക്കുന്ന വരദാനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. സ്തുതിപ്പിനുള്ള വരം. അപ്പോൾ സ്തുതിപ്പിനുള്ള വരം അത് അയ്യോ എനിക്ക് നാണാ സ്തുതിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ആ വരം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥന വേണ്ട വിധത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ സ്വീകരണവും അതിൻ്റെ ഉപയോഗവും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിലെ വരദാനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു. വരങ്ങൾ എന്താണ്, വരദാനങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും ഞാൻ കടക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, വരദാനങ്ങൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങളാണ്. ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്ന അവിടുത്തെ കൃപയാണ്. പരിശുദ്ധാത്മാവില് നമുക്ക് സൗജന്യമായി നൽകുന്ന കൃപയാണ് ഈ വരദാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ 1 കൊരിന്ത്യരിലെ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആത്മാവ് തൻ്റെ ഇംഗിതമനുസരിച്ച്, നമ്മുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണോ? അല്ല, പിന്നെയോ തൻ്റെ ഇംഗിതമനുസരിച്ച് ഓരോരുത്തർക്കും വരങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ആരെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിശ്ചയിക്കുന്നുവോ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള വരങ്ങൾ കൊടുക്കുക ചെയ്യുന്നത് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. ആരും ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ട് ലഭിക്കുന്നതല്ല. ആഗ്രഹിക്കാൻ കേട്ട നല്ല കാര്യമാണ്, പക്ഷെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വരമായിരിക്കില്ല നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഏതു വരം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അതായിരിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. അപ്പം അത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഓർക്കണം, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഈ വരദാനങ്ങൾ അത് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഒന്ന്, സഭയുടെ പടുത്തുയർത്തലിന് വേണ്ടി ഉപയോഗിക്കണം. വരദാനങ്ങൾ എപ്പോഴും സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ആദ്യം ഭാഷാവരം നൽകപ്പെട്ടത് അത് ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാനാദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളെല്ലാവരും അവരവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കേൾക്കാനായിട്ടിടയായി. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ പറയുന്നത് എന്താണെന്ന് അംഗങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അംഗങ്ങൾ പറയുന്നത് എന്താണെന്ന് ലീഡർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഭിന്നത വരുന്നു. ബാക്കി തലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. തൽക്കാലം പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുക. പക്ഷേ അന്ന് ഈ ഭാഷാവരം നൽകപ്പെട്ടത് ഓരോരുത്തർക്കും അവരവരുടെ തന്നെ ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, കരിസ്മാറ്റിക് നവീകരണം ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ള വിധത്തിൽ ഈ ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ ലഭ്യമാക്കുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ടാണ് ഇപ്പോൾ KST ഇതിൻ്റെ പ്രവർത്തനങ്ങൾ 9 മിനിസ്ട്രികളിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9 മിനിസ്ട്രികളിലൂടെ. അഭിവന്യ ചെക്കാത്ത പിതാവ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ തൊട്ടു മുമ്പത്തെ ജീവജ്വാലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് മിനിസ്ട്രികൾ മാമോദീസായുടെ ഫലങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും കരിസ്മാറ്റിക് നവീകരണം എന്ന് പറഞ്ഞാൽ എന്തോന്നാ? മാമോദീസ ജീവിക്കുക എന്നുള്ളതാണ്. മാമോദീസ ജീവിക്കുക, മാമോദീസായി ലഭിച്ച ആത്മാവിൻ്റെ വരദാനങ്ങളെ പരിപോഷിപ്പിച്ച് അതിനെ അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. മാമോദീസായി ലഭിക്കാത്ത ഏതെങ്കിലും ഒരു കൃപാവരം നമുക്കുണ്ടോ? ഇല്ല. മാമോദീസായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ആത്മാവിനെ അളന്നല്ല തരുന്നത്. ഇതാ നിനക്ക് ഇത്ര ആത്മാവ്, നിനക്ക് ഇത്ര ആത്മാവ്, നീ ഒരു ദിവസമല്ലേ ധ്യാനം കൂടിയുള്ളൂ, അതുകൊണ്ട് എത്ര ആത്മാവ്, നീ അത്ര സത്യയുടെ ധ്യാനം കൂടിയില്ല, അതുകൊണ്ട് പകുതി ആത്മാവ്, അങ്ങനെയാണ് തരുന്നത്. അങ്ങനെ പകുതി ആത്മാവില്ല, പിന്നെന്തോന്നാ? മുഴുവനാ. അപ്പൊ പരിശുദ്ധാത്മാവിനെ മുഴുവനായിട്ടാണ് നമുക്ക് തരുന്നത്. മുഴുവൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളും എല്ലാ കൃപകളും നാം മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പിന്നെന്തിനാ കരിസ്മാറ്റിക്? പിന്നെന്തിനാ കരിസ്മാറ്റിക്? ഇതിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കാൻ,
ഈ വരദാനങ്ങളെ ഉജ്ജ്വലിപ്പിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലേക്ക് അതിനെ ഉപയോഗിക്കാൻ, അങ്ങനെ സഭയെ പടുത്തുയർത്താൻ. രണ്ടാമതായിട്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. ചിലർ രോഗശാന്തി വരെയൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, അവനുള്ളത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലരെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇത്ര രൂപ തന്നാൽ നിനക്ക് രോഗശാന്തിന് എടുത്തരാം, അല്ലെങ്കിൽ ഇത്ര രൂപ തന്നാൽ. അത് മനുഷ്യനെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി. ഇപ്പം പ്രവചനവരം, എന്തിനാ പ്രവചനവരം? ദൈവം ആ മനുഷ്യന് വേണ്ടി നൽകുന്ന സന്ദേശം എന്താണോ അത് ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രവചനവരം. അത് മുൻകൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളതാണെന്ന് ചിലർ പറയണ്ട. ബ്രദറെ ഒന്ന് പറഞ്ഞ്, ഞാൻ നാളെ ഒരു കച്ചവടം തുടങ്ങാൻ പോകുന്നുണ്ട്, അത് ശരിയാവുമോ തെറ്റാവുമോ എന്നൊന്ന് പറഞ്ഞ്. ഇതാണോ പ്രവചനവരം എന്ന് പറയുന്നത്? അതല്ല പ്രവചനവരം. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുക എന്ന അർത്ഥം. അപ്പൊ ദൈവം ഈ വ്യക്തിക്ക് വേണ്ടി നൽകുന്ന സന്ദേശം എന്താണോ അത് വെളിപ്പെടുത്തി കിട്ടിയാൽ ആ സഹോദരനുമായിട്ട് പങ്കുവെക്കുക. അതല്ലെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞേക്കുക, എനിക്ക് ഒന്നും വെളിപ്പെടുത്തി തരുന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം, വെളിപ്പെടുത്തി കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാനും അങ്ങനെയുള്ളതല്ല. അപ്പം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വരങ്ങൾ ഉപയോഗിക്കേണ്ടത്. 3, ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്കിപ്പം നമ്മുടെ അടുക്കൽ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങളും സന്ദേശങ്ങളും ഒക്കെ ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന ദർശനങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഈ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനൊക്കെ സഹായകരമായി തീരുന്നതായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്രകാരം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതുപോലെ ലോകത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം അത്തരത്തിൽ വരങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രത്യേക സമ്മാനമായി കണ്ടെത്തിക്കൊണ്ട് ആ സമ്മാനത്തെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വേണ്ടി അത് സ്വീകരിക്കുവാനും പങ്കുവയ്ക്കുവാനും ഇടയാകുന്ന ഒരു നല്ല മനസ്സ് അത് നമുക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിയതാ, അത് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല.